ഹലോ യേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മാമ്പഴ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. ഇപ്പോൾ കുറച്ച് വൈറലായിട്ടുള്ള ഒന്നാണ് ഈ ഒരു മാമ്പഴ കറി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 മാമ്പഴം ഞാൻ എടുത്തിട്ടുള്ളത്. നാരുകളുള്ള നല്ല നാടൻ മാമ്പഴം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നന്നായിട്ട് പഴുത്ത മാമ്പഴം എടുക്കുക കേട്ടോ. ചീഞ്ഞ മാമ്പഴം അങ്ങനെയൊന്നും എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴം തന്നെ എടുക്കുക. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ ഇത്ര വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് വേവിച്ച് കൊടുക്കാം. ശർക്കര പാനി റെഡിയാക്കി വെച്ചേക്കണം. എന്നിട്ട് അരിച്ചെടുത്ത് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മധുരമുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലും കിടന്ന് ഒന്നുകൂടി മാങ്ങ വെന്ത് വരണം. ഒത്തിരി നേരമൊന്നും വേണ്ട. ഓരോ വട്ടം വെള്ളം ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇത് ശർക്കര പാനി ചേർത്തിട്ടും ഒരു 3 മിനിറ്റോളം വേവിച്ചാൽ മാത്രം മതിയാവും. ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റിക്കോളും. പിന്നെ ഇതേപോലെ മാങ്ങ ചെത്തി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ പൊളിച്ച് കളയാത്തതാണെങ്കിൽ ഉള്ളിലേക്ക് അതിൻ്റെ ആ സ്വാദൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തവി വെച്ചത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ തന്നെ ശർക്കര പാനിയുടെ ഒക്കെ ടേസ്റ്റ് വരും കേട്ടോ. അടച്ചു വെച്ച് അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഹാഫ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 മാമ്പഴത്തിന് ഒരു പകുതി തേങ്ങ എടുക്കുക. അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ തിളച്ച് ശർക്കരയുടെയൊക്കെ സ്വാദ് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുള്ള നമ്മുടെ മാമ്പഴത്തിലേക്ക് ഈ ഒരു അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. കണ്ടോ, തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കാണ്. വറുത്തിടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടുന്ന സമയത്ത് കുറച്ച് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ലീസും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ മാമ്പഴ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുന്ന ഒരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് കേട്ടോ. ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ഡിയർ, സീ യു ഇൻ അനദർ വീഡിയോ.